അമ്മേ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താ മോനെ? എനിക്കൊരു പാർട്ട് ടൈം ജോലി കിട്ടി. ഡെയിലി 3 മണിക്കൂർ വർക്ക് ചെയ്താൽ മതി. 15,000 രൂപ കിട്ടും. 3 മണിക്കൂറിന് 15,000 രൂപയോ? അത് കൊള്ളാലോ. അപ്പൊ നമ്മള് രക്ഷപ്പെട്ടു മോനെ. അതെ അമ്മേ, തൽക്കാലം പിടിച്ചേക്കാം. അമ്മ എവിടെ? ഞാനിവിടെ മാർക്കറ്റില് സാധനങ്ങൾ വാങ്ങാൻ വന്നതാ. കഴിഞ്ഞു, വീട്ടിലേക്ക് പോവാ. അപ്പൊ ശരി അമ്മേ. ഓക്കെ, ബൈ. ആ ശരി, ബൈ. 10ാം ക്ലാസ് എങ്കിലും ജയിച്ചിരുന്നെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പണി ചെയ്ത് ഓനെ ഒന്ന് സഹായിക്കാനും. എന്താ മഞ്ജു? ആ മാർത്താണ്ഡ പിള്ള ഇവിടെ കിടന്ന് വൻ അട്ടഹാസം കാണിച്ചോണ്ടിരിക്കുക ചേച്ചി. പൈപ്പില് വെള്ളം ഇല്ലാത്തത് ചേച്ചി കാരണമാണെന്നും തിരികെ വന്ന ഇതിനകത്ത് കേറ്റില്ലാന്നും എന്തൊക്കെയോ പൊലുമ്പുന്നുണ്ട്. അതെയാ? സുധേച്ചി ഇപ്പൊ എവിടെയാ? ഒന്ന് വേഗം ഇങ്ങോട്ട് വാ. അങ്ങോട്ടല്ല, ഞാനൊന്ന് മുനിസിപ്പൽ കമ്മീഷണറുടെ ഓഫീസ് വരെ ഒന്ന് പോവാ. ചേച്ചി ഇപ്പൊ അവിടെ പോകുന്ന എന്തിനാ? ഇല്ല മഞ്ജുളെ, ഞാനായിട്ടുണ്ടാക്കിയ പ്രശ്നം ഞാൻ തന്നെ തീർക്കണമല്ലോ. നമുക്കതിനൊരു പരിഹാരം വേണ്ടേ? പറയാം സർ. ടോട്ടൽ എസ്റ്റിമേറ്റിന്റെ 70% വർക്ക് നമ്മൾ ചെയ്തു കഴിഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ സർ? ജനങ്ങൾ കഷ്ടപ്പെടുന്ന കാശല്ലേ? ഹലോ ഹലോ, ഇതെന്താ ഇത്? നോൺസെൻസ്. ആ, നിങ്ങളോ? സെക്യൂരിറ്റി, അയ്യോ, സെക്യൂരിറ്റി. സെക്യൂരിറ്റിനെ വിളിക്കണ്ട മാഡം. ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ വന്നൊന്നല്ല. ഒന്ന് നേരിട്ട് കണ്ട് മാപ്പ് പറയാൻ വേണ്ടി വന്നതാ. ഒന്ന് കുറച്ച് വെള്ളം കുടിച്ചോട്ടെ. താഴ്ച വലഞ്ഞിരിക്കുമ്പോ ഒരു ഗ്ലാസ് വെള്ളം തരുന്ന ആശ്വാസം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല മാഡം. വീണ്ടും ഓവർ സ്മാർട്ട് കളിക്കാൻ നോക്കുവാണോ? കോളനിയിൽ വെള്ളം കിട്ടാതായിട്ടുണ്ടെങ്കിൽ അതിന് ഞാനല്ല ഉത്തരവാദി. അയ്യോ, ഒരിക്കലും ഞാൻ മാഡത്തിനെ കുറ്റപ്പെടുത്തിയതല്ല. എല്ലാം എന്റെ തെറ്റാന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ശരിക്കും അത്തരത്തിലുള്ള ഒരാളെയല്ല മാഡം. അന്ന് വേറെ ചില കാര്യങ്ങളിൽ ഞാൻ വല്ലാണ്ട് ടെൻഷനിലായിരുന്നു. അറിയാതെ എന്നെ വായിന്ന് അങ്ങനെ വീണുപോയതാ. എന്നോട് പൊറുക്കണം. അതൊന്നും മനസ്സിലാക്കരുത്. വെള്ളം കിട്ടാണ്ട് നമ്മൾ ശരിക്കും പ്രയാസപ്പെടുന്നുണ്ട് മാഡം. ആക്ച്വലി നിങ്ങളുടെ കോളനിയില് വാട്ടർ കണക്ഷൻ കട്ടായത് സുധാമണി കാരണമല്ല. നിങ്ങളുടെ ലാൻഡ് ഓണർ മാർത്താണ്ഡൻ പിള്ള ഏറ്റവും ഒടുവിൽ വെള്ളത്തിന്റെ കരം റെമിറ്റ് ചെയ്തിരിക്കുന്നത് 13 മാസങ്ങൾക്ക് മുന്നെയാ. അപ്പൊ പിന്നെ ഡിസ്കണക്ഷൻ അല്ലാതെ ഞങ്ങൾക്ക് മറ്റു മാർഗമില്ലായിരുന്നെങ്കിലും ഇത്രയും ആളുകളുടെ കാര്യം കഷ്ടത്തിലാവുമല്ലോ എന്നോർത്താണ് ഇത്രയും നാളും ഞാനത് ചെയ്യാതിരുന്നത്. ആ ബിൽഡിങ്ങിന്റെ ടാക്സും അയാൾ 3-4 വർഷമായിട്ട് പേ ചെയ്തിട്ടില്ല. ഇനി പറയൂ, ഞങ്ങൾ എന്താ വേണ്ടത്? എന്തായാലും കട്ട് ചെയ്ത സ്ഥിതിക്ക് ഇനി കാശടയ്ക്കാതെ റീകണക്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും അയാളെ കൊണ്ട് കാശടപ്പിക്കാനുള്ള വഴി നോക്ക്. നിങ്ങൾ വാടകക്കാർ അയാൾക്ക് കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ള കാശല്ലേ? അപ്പോ അത് ചോദിക്കാനുള്ള എല്ലാ റൈറ്റ്സും നിങ്ങൾക്കുണ്ട്. വെറുതെ ദൈവത്തെ കുറ്റം പറയണ്ട. നിനക്ക് വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടാകണമെങ്കിൽ നീ പഠിക്കണം. അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള അവസരവും വന്നു ചേരും. പറയാൻ എളുപ്പമാതോമ്മേ. എനിക്ക് 45 വയസ്സായി. ഈ പ്രായത്തിൽ ഇനി ഏടെ പോയി എന്തു പഠിക്കാനാ? ഇതാ നിന്റെ കുഴപ്പം. നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പോരാട്ടം നീ നിന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നടത്തണം. നീ ആ ഫോട്ടോയിൽ ഇരിക്കുന്ന ആളെ കണ്ടോ? അതാണ് സാവിത്രിബായി. നിന്നെ പോലുള്ള നിസ്സഹായരായ സ്ത്രീകൾ പഠിക്കണമെന്ന മഹത്തായ ആശയം ആദ്യമായി സ്വന്തം ജീവിതം കൊണ്ട് നേടിയെടുത്ത മഹതിയാണ് അവര്. സ്ത്രീകളെ ആരും മനുഷ്യരായി പോലും കാണാത്തൊരു കാലം ഉണ്ടായിരുന്നു. വെറു അടിമകളായി ജനിച്ച് അങ്ങനെ തന്നെ ജീവിച്ച് അടിമകളായി തന്നെ മരിക്കേണ്ട ദുർഗതി ഉണ്ടായിരുന്നു അന്നത്തെ സ്ത്രീകൾക്ക്. അന്ന് ആ സ്ഥിതിയെ വെല്ലുവിളിച്ചുകൊണ്ട് പഠിക്കാനായി ഇറങ്ങി തിരിച്ചൊരു മഹതിയാണ് സാവിത്രിബായി. പിന്നെ പഠനത്തിന് 8 9 പ്രായമൊന്നുമില്ല സുധാമണി. അതുകൊണ്ട്
പ്രായത്തെ പഴിച്ച് സമയം കളയാതെ പഠിച്ച് നേടാൻ നോക്കണം. ഞാൻ പോട്ടെ മാധവമ്മേ. ജിൻസി, ഞാൻ ഇറങ്ങുന്നേ. മക്ക കുൽഫി എന്റെ ഫേവറേറ്റ്. അല്ല, ഇതും പൊളിയാ. നീ വാങ്ങിച്ചെന്നല്ലേ, ടേസ്റ്റ് ഇല്ലാണ്ടിരിക്കോ? കൂടുതൽ ഒലിപ്പിക്കാതെ പെട്ടെന്ന് തിന്ന് തീർക്കാൻ നോക്ക്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. എനിക്ക് വേണ്ട, ഐസ്ക്രീം കഴിക്കാനുള്ള മൂഡിലല്ല ഞാൻ. ഇങ്ങനെ കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കാതെ പെട്ടെന്ന് കഴിച്ചിട്ട് വരാൻ നോക്ക്. എനിക്കൊരു 5000 രൂപയുടെ ഇടപാടുണ്ട്. 5000 രൂപയുടെ ഇടപാടോ? എന്തിടപാട്? ആ, എന്റെ കാലിന്റെ ഇൻഷുറൻസ് ഇടപാട്. എന്ത്? അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. 5000 രൂപ എങ്ങനെയാലും ഒപ്പിക്കണം, അത്രേ ഉള്ളൂ. എന്തോ ഉടായിപ്പാണല്ലോ. ആ, എവിടെ നോക്കിയാടോ? എന്തേലും പറ്റിയോടി? ഇല്ല. ചേട്ടാ, ഇതുവഴി ആരെങ്കിലും പോകുന്നുണ്ടോ ഇപ്പൊ? അവന്റെ പേഴ്സ് പോക്കറ്റ് അടിച്ചോണ്ട് പോയി. ഇതാണോ നിങ്ങളുടെ പേഴ്സ്? ആ, അതെ, ഇത് തന്നെയാ. വളരെ ഉപകാരം. എന്റെ അമ്മ ആശുപത്രിയിലാ. ഈ പണം നഷ്ടപ്പെട്ടു പോയിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയേനെ. ഇതാ, ദയവ് ചെയ്ത് വാങ്ങണം. വേണ്ട, അത് കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഇതൊരു പ്രത്യുപകാരമായിട്ട് കാണണ്ട, എന്റെ ഒരു സന്തോഷത്തിന്. വാങ്ങിച്ചോ? അയ്യോ വേണ്ട. താങ്ക് യു സോ മച്ച്. നീ അതിൽ നിന്നും 5000 രൂപ എടുക്കുന്ന ഞാൻ കരുതിയത്. നീ കരുതും, കാരണം നീ മാർത്താണ്ഡ പിള്ളേരെ മോളെ തന്നെ അല്ലേ. ഞാനത്ര മാന്യനാണെന്നൊന്നും അവകാശപ്പെടുന്നില്ല. അത്യാവശ്യം തരികട പരിപാടികളൊക്കെ എന്റെ കയ്യിലുണ്ട്. എന്ന് വെച്ച് നിന്റെ അച്ഛനെ പോലെ ആൾക്കാരുടെ അവസ്ഥ തിരിച്ചറിയാൻ കഴിയാത്ത ക്രൂരനൊന്നും അല്ല ഞാൻ. കല്യാണ ആവശ്യത്തിന് വേണ്ടി ചേട്ടനും അമ്മയും ഓരോ രൂപയും ചെറുക്കൂട്ടി വെക്കുന്നതിന്റെ കഷ്ടപ്പാട് എനിക്കിപ്പോ നന്നായി മനസ്സിലാവുന്നുണ്ട്. ആ കാശെങ്ങാനും മോഷണം പോയാൽ ഹോ, എനിക്കത് ചിന്തിക്കാനേ പറ്റുന്നില്ല. നീ ഇങ്ങനെ വളരെ മെച്ചൂരായി സംസാരിക്കുന്ന കാണുമ്പോ ഒരു പ്രത്യേക രസാ. ഇതിനെ കുറിച്ച് സെന്റിമെന്റ് കൊള്ള നിന്നെയാ എനിക്ക് ഏറ്റവും ഇഷ്ടം. പെണ്ണെ, നിന്ന് പഞ്ചാര അടിച്ച് സമയം കളയാതെ ഞാൻ നിന്നെ കോളേജിന് മുന്നിൽ ഡ്രോപ്പ് ചെയ്യാം. പോയിട്ടെ, നീ വേറെ പണിയുള്ളതാ. ആ, ഞാൻ പറഞ്ഞില്ലേ, ഇച്ചിരി പൈസ ഒപ്പിക്കണം. എന്നാ തോന്നുന്നു. ഇയാളത് കമിഴ്ന്നിടന്ന് എന്ത് നോക്കുവാ? 2 വർഷത്തെ കാശ് ഒന്നിച്ചടച്ചതല്ലേ? അതിന്റെ രസീത് പൈപ്പിൽ കൂടി വരുന്നുണ്ടോന്ന് നോക്കുമായിരിക്കും. എന്റെ പൊന്നയ്യപ്പ സ്വാമി, ഈ ടാപ്പിൽ നിന്ന് വെള്ളം നല്ല രീതിയിൽ വന്നാല് എന്റെ കീർത്തനയുടെ അച്ഛൻ മാലയിട്ട് വ്രതം എടുത്ത് ശബരിമലയ്ക്ക് കാൽനടയായി വന്ന് ദർശനം നടത്തിക്കൊള്ളാമേ. ഇത്രയും കാശ് മുടക്കിയതും പോരായിട്ട് നീ എന്നെ മല ചവിട്ടിച്ച് കൊല്ലാൻ നോക്കുകയാണോ? ഇന്ന് ഇതിനകത്തൂടെ വെള്ളം വരുമെന്ന് തോന്നുന്നില്ല. ഉറപ്പായും വരും. പക്ഷേ ഞാൻ പറഞ്ഞ നേർച്ച കൃത്യമായും ചെയ്തില്ലെങ്കിൽ പണി കിട്ടും. നീ പോയി പഠിത്തോ? എന്തായി? വെയിറ്റിംഗ്. ഈ വെള്ളപ്രശ്നം പരിഹരിച്ചതേ നമ്മുടെ സുധാമണി ചേച്ചിയാ. കാശ് കൊണ്ടുപോയി കെട്ടിവെച്ച അവിടെ തന്തയാണല്ലോ. കാശ് അടച്ചത് പിള്ള സാറാണെങ്കിലും സുധേച്ചിയെ പേടിച്ചിട്ടല്ലേ ചെയ്തത്? ഓ പിന്നെ സുധേ പേടി. അത് ഈ മാർത്താണ്ഡം പിള്ളക്ക്. ഓ ഈ പണി നോക്കടി പെണ്ണെ.
കീർത്തനയുടെ അച്ഛൻ ദേ ശബരിമലയ്ക്ക് നടന്നു പോണേ. ഞാൻ നേർന്നു പോയി. അതെ, നിന്റെ അപ്പനെ പറഞ്ഞു വിട്ടാ മതി. അയാളെ എഴഞ്ഞങ്ങ് കേറിക്കോളും. ഞാനേ ഇത് പളനിമലയ്ക്ക് കൊടുത്തേക്കാം നേർന്നിരിക്കുന്ന കേട്ടോ. കേറി പോടി അവിടുന്ന്. എന്തായാലും നമ്മൾ കുടിവെള്ള പ്രശ്നം പരിഹരിച്ച സുധാമണി ചേച്ചി സൂപ്പറാ. എന്റെ ബുക്ക്. എല്ലാരും കൂടെ എടുത്ത് തലയെ കയറ്റി വെച്ചോ. അവസാനം കഴുത്തൊടിഞ്ഞ് കിടക്കുമ്പോ മനസ്സിലാകും ഇവൾ ആരാണ്. എന്റെ ഫേവറേറ്റ് ടീച്ചർ എന്റെ അമ്മയാണ്. യശോദാദേവി. നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ അറിയാമായിരിക്കും, അമ്മയുടെ മെമ്മോറിയലാണ് ഈ സ്കൂൾ. നമ്മുടെ അമ്മ എന്ന ടീച്ചറിന് ഒരു പ്രത്യേകതയുണ്ട്. അവർക്ക് പഠിപ്പിക്കാൻ പ്രത്യേകിച്ചൊരു സബ്ജക്റ്റും ഇല്ല. പക്ഷെ അവര് നമ്മളെ പഠിപ്പിക്കാത്ത സബ്ജക്ട്സും ഇല്ല. ഉണ്ടോ? മാനേഴ്സ്, ഡിസിപ്ലിൻ, എത്തിക്സ്, സൈക്കോളജി, മോറൽ സയൻസ്, അങ്ങനെ എല്ലാം അവരുടെ സബ്ജക്റ്റാണ്. നമ്മളെ ഇരിക്കാൻ, എഴുന്നേൽക്കാൻ, നടക്കാൻ, ഓടാൻ, കഴിക്കാൻ, കുടിക്കാൻ, കളിക്കാൻ, ജീവിക്കാൻ ഒക്കെ പഠിപ്പിച്ചത് അവരാണ്, അല്ലേ? അവർ നമ്മളോടൊപ്പം ചിരിക്കും, കളിക്കും, തമാശകൾ പറയും, അതോടൊപ്പം ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നല്ലതിനു വേണ്ടി ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യുന്നവരാണ് അമ്മമാർ. അമ്മയേക്കാൾ വലിയൊരു സുഹൃത്തും വഴികാട്ടിയും ഇല്ല. മാതൃത്വത്തെക്കാൾ വലിയ ഒരു സത്യവും തത്വജ്ഞാനവും ഈ ലോകത്ത് വേറെയില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, മാതാവ്, മാതൃഭാഷ, മാതൃഭൂമി, ഈ 3 കാര്യങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ജീവന് തുല്യം സ്നേഹിക്കണം. ഈസ് ദാറ്റ് ക്ലിയർ? ഓക്കെ. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരാൻ പോവാം. എല്ലാവരും ഇന്ന് വീട്ടിൽ ചെന്ന് അത് ചെയ്യണം. ചെയ്യാമോ? ഗുഡ്. ഇന്ന് വീട്ടിലെത്തിയിട്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ അമ്മയെ കെട്ടിപ്പിടിച്ച് ആത്മാർത്ഥമായി അമ്മയോടൊരു കാര്യം പറയണം. താങ്ക് യു അമ്മ ഫോർ ബീയിങ് മൈ ഫസ്റ്റ് ടീച്ചർ. അമ്മയോട് എന്ത് പറയണം? ഉറക്കെ. That's the spirit. So, see you in the next class. Have a wonderful year ahead to all of you. Bye. Bye. Thank you, sir. എന്ത് പാടത്? കാറിനടി കിടന്ന് ഉറങ്ങുകയാണോ? സാറിന്റെ ഒരു കോമഡി. കീർത്തരിഞ്ഞ് പിടിച്ചോണ്ടിരിക്കാൻ അവന്റെ കാലെ പിടിച്ച് പുറത്തിടാ. ഇപ്പൊ വരാം. വരുന്നു. ഹലോ, നടക്കുവോ? എന്താ പാടേ? വല്ലതും റെഡി ആയോ? ഇതിന്റെ വയറിംഗ് കിറ്റ് മൊത്തം എലി എങ്ങാണ്ട കടിച്ച് നാശമാക്കി വെച്ചിരിക്കായിരുന്നു. കംപ്ലീറ്റ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. എന്താണെന്ന് ചോദിക്കും. എത്രയായി സുനി? വെറും 7000 രൂപ. ഞാനായതുകൊണ്ടാ ഇത്രയും കുറവ്. അരമണിക്കൂറുള്ള പണിക്ക് 7000 രൂപയോ? അവരുടെ എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ. അതിപ്പോ എങ്ങനെയാ? ഇവിടെ ചിന്തിച്ചിരിക്കാനൊന്നും സമയമില്ല. അവൻ റേറ്റ് കൂട്ടുന്നതിന് മുമ്പ് ചെല്ലേ. സുനി, നീ വന്നേ. മാമൻ അല്ല സാറ് നീ വിചാരിക്കുന്ന പോലെ അത്ര റിച്ചൊന്നും അല്ല. കഞ്ഞിക്ക് വകയില്ലാത്ത ടീമാ. കണ്ടില്ലേ ഒരു പഴഞ്ചൻ കാറുമായിട്ട് നടക്കുന്നേ. അതുകൊണ്ട് നീ ഒരു 5000 രൂപയ്ക്ക് ഫൈനലൈസ് ചെയ്യ്. അതെങ്ങനെ ശരിയാവും? 5000 രൂപ കൂടുതൽ തന്നെയാണ്. മാമ അല്ല സോറി സാറേ.
ഇത് ഷോറൂമിൽ എങ്ങാനും കൊണ്ടുവരുന്നെങ്കില് അവര് വയറിംഗ് കിറ്റും മാറ്റി റേഡിയേറ്ററും മാറ്റി എഞ്ചിന്റെ കിങ്ങിണി മങ്ങിണി ഒക്കെ മാറ്റി ഒരു 30,000 രൂപ കയ്യിലടിച്ചു തന്നേനെ. ഈ വണ്ടി മൊത്തത്തിൽ തൂക്കിയിട്ട അത്രയും കാശ് കിട്ടത്തില്ല. ഇത് ഭാഗ്യത്തിനങ്ങ് ഒത്തെന്ന് വിചാരിച്ചാ മതി. ഞാനൊരു സ്കിൽഡ് മേസ്ത്രി ആയതുകൊണ്ടും സാഗർ എന്റെ സുഹൃത്തായതുകൊണ്ടും സാറ് രക്ഷപ്പെട്ടു. കേറി സ്റ്റാർട്ട് ചെയ്ത് നോക്കണം സാറേ. ഇപ്പൊ ശരിയായി. എന്നാ ശരി പോട്ടെ. സാറേ ആ കാശ് കൊടുത്തിട്ട് പോ സാറേ. ഓക്കെ സാറേ. നിങ്ങളിതുവരെ പോയില്ലേ? നിങ്ങൾ എന്തായി കാണിക്കുന്നത്? നിങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും എനിക്ക് വിശ്വനാഥ് സാറിനെ കണ്ടേ തീരൂ. ദയവ് ചെയ്ത് നിങ്ങളൊന്ന് പുറത്തു പോണം. എന്റെ പണി കളയരുത് പ്ലീസ്. നിങ്ങളെന്താ എനിക്ക് കൈക്കൂലി തരാൻ പോവാണോ? ഇത് കൈക്കൂലിയും കാൽക്കൂലിയും ഒന്നും അല്ല. ആ വിളക്കിന് എത്ര പൈസ വരും? അതൊരു 800-850 രൂപ വരും. ആ എന്നാ താനിത് പിടിക്ക്. എന്റെ അമ്മോ, നിങ്ങൾ എന്ത് പണിയാ കാണിച്ചു പെണ്ണുപിള്ളേ? ഞാൻ ഇതിന് സാറിനോട് എന്ത് സമാധാനം പറയൂ ഈശ്വരാ? കുറെ നേരമായി അകത്ത് കയറണം, സാറിനെ കാണണമെന്ന് പറഞ്ഞ് ഭയങ്കര ശല്യായിരുന്നു ഇവര്. നേരത്തെ സാറിന്റെ കാർ വന്ന സമയത്ത് തള്ളിക്കയറാൻ ശ്രമിച്ചതാ. സാറിനെ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഞാൻ ഇറക്കി വിടുകയും ചെയ്തു. എന്നിട്ടും പോകാതെ തിരിച്ചു വന്നിട്ടാ അവർ ആ ലൈറ്റ് എറിഞ്ഞ് പൊട്ടിച്ചത്. സാറേ, ലൈറ്റ് എറിഞ്ഞ് പൊട്ടിച്ചു എന്നുള്ളത് സത്യ. പക്ഷെ ഞാൻ അതിന്റെ വില എത്രയാന്ന് വെച്ചാ ഞാൻ അത് ഇയാളുടെ കയ്യിൽ അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടാ അത് ചെയ്തേ. കാശ് തന്നത് നേരാ സാറേ. ഇപ്പൊ കണക്ക് ശരിയായില്ലേ സാർ? എന്റെ പേര് സുധാമണി. എന്റെ മോള് സാറിന്റെ സ്കൂളിലാ പഠിക്കുന്നത്. മീനാക്ഷി കൃഷ്ണമൂർത്തി. സാറിനെ ഒന്ന് നേരിട്ട് കാണാൻ ഞാൻ കൊറേ പാടുപെട്ടു. എനിക്ക് സാറിനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട്. ദൈവത്തിനെ ഓർത്ത് അത് കേൾക്കാനുള്ള മനസ്സ് സാർ ഒന്ന് കാണിക്കണം. ശരി, നിങ്ങൾ അകത്തേക്ക് വരൂ. ഇപ്പൊ ഉണ്ട്. ഇതൊക്കെ എവിടെ നിന്ന് വരണ? പ്രസന്റേഷൻ അവിടെ പോയി. ഞാനത് സേവ് ചെയ്തതാണല്ലോ. സാറേ, നീ എന്റെ ലാപ്ടോപ്പ് എടുത്തായിരുന്നോ? ഇല്ല ഏട്ടാ. എന്തേ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫയൽ മിസ്സിംഗ് ആണ്. നാളെ എനിക്ക് പ്രസന്റേഷൻ ഉള്ളതാ. അതെങ്ങനെ മിസ്സാവാനാ? ചേട്ടാ സേവ് ചെയ്തില്ലായിരുന്നോ? ഞാൻ സേവ് ചെയ്തതാണെന്നേ. ആ ഫോൾഡറെ കാണുന്നില്ല. ഇനി മീനും എടുത്ത് കളിച്ച് കളഞ്ഞതാണോന്ന് അറിയാനും വയ്യ. ആ, അങ്ങനെയാണെങ്കിൽ പ്രതി മീനാക്ഷിയല്ല, അമ്മയാവാനാ സാധ്യത. അമ്മയോ? അതെ, അമ്മ നേരത്തെ ലാപ്ടോപ്പും തുറന്ന് എന്തോ ചെയ്യുന്നുണ്ടായിരുന്നു. ചോദിച്ചപ്പോ അച്ചാറിന്റെ റെസിപ്പി എന്തോ തപ്പുന്നെന്നാ പറഞ്ഞ്. അമ്മേ, 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 എന്താടാ ഇങ്ങനെ വിളിച്ചു കൂക്കുന്നേ? അമ്മ എന്റെ ലാപ്ടോപ്പിൽ നിന്ന് എന്തെങ്കിലും ഡിലീറ്റ് ചെയ്തായിരുന്നോ? ഡിലീറ്റാ? നാളത്തെ പ്രസന്റേഷന് വേണ്ടി ഞാൻ വർക്ക് ചെയ്ത് വെച്ചിരുന്ന ഒരു ഫയല് ഇതിൽ കാണുന്നില്ല. അമ്മ എന്തോ ചെയ്ത് അത് ഡിലീറ്റ് ആയി പോയതാ. എനിക്കത് റീസ്റ്റോർ ചെയ്യാനും ഇപ്പൊ പറ്റുന്നില്ല. എന്റെ 2 ദിവസത്തെ കഷ്ടപ്പാട് മൊത്തവും വേസ്റ്റായി. നാളത്തെ പ്രസന്റേഷന് ഞാനിനി എന്ത് ചെയ്യൂന്ന് പറ. ഞാൻ എന്ത് പറയാനാ മോനെ? ഞാനൊന്നും ചെയ്തിട്ടില്ല.
വേഗം അടുക്കളയിലേക്ക് ചെല്ല്. എന്തോ കരിഞ്ഞ മണം വരുന്നുണ്ട്. അങ്ങനെ കരിയാനായിട്ട് ഞാനൊന്നും അടുപ്പത്ത് വെച്ചിട്ടില്ലല്ലോ. അതുമല്ല ആ ലാപ്ടോപ്പിൽ അച്ചാറിന്റെ റെസിപ്പി തിരയുന്ന തിരക്കിൽ എന്റെ ഒരു ഷർട്ട് അമ്മ കരിച്ചു കളഞ്ഞു. അതുപോലെ ബാലുവേട്ടന്റെ പ്രസന്റേഷനും അമ്മ തന്നെ ഡിലീറ്റ് ചെയ്ത് കാണും. അമ്മ മനഃപൂർവ്വം ചെയ്തെന്നല്ല, അമ്മയുടെ കൈതട്ടി ഡിലീറ്റ് ബട്ടൺ ഞെങ്ങിപ്പോയതാവും. ഏതായാലും ഏട്ടന്റെ പ്രസന്റേഷൻ അമ്മ കാരണം തന്നെയാ പോയത്, അതെനിക്ക് ഉറപ്പാ. അമ്മ എങ്ങോട്ടെങ്കിലും യാത്ര പോകണം? അത്യാവശ്യമായിട്ടൊന്ന് കണ്ണൂർ വരെ പോണം. ഇതെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന്? അത് കൊള്ളാം. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്തേക്കൊന്ന് പോണം തോന്നിയാ എന്താ ഇത്ര പ്രശ്നം നിനക്ക്? പ്രശ്നമൊന്നുമില്ല, പക്ഷെ പെട്ടെന്ന് എന്താ അമ്മയ്ക്ക് ഇങ്ങനെ തോന്നാൻ? എടാ, ഞാൻ 2 ദിവസത്തിനുള്ളിൽ തിരിച്ചു വരും. അതുവരെ ഇങ്ങക്ക് ആവശ്യമുള്ള എല്ലാ ഏർപ്പാടും ചെയ്തു വെച്ചിട്ടാ ഞാൻ പോകുന്നത്. അതുകൊണ്ട് ഇങ്ങക്ക് രണ്ടാക്കും ഒരു ടെൻഷനും വേണ്ട, മനസ്സിലായാ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. അമ്മ എന്തിനാ പോകുന്നല്ലേ ചോദിച്ചത്? അമ്മ എന്താ അതിനുള്ള ഉത്തരം പറയാതെ അതും ഇതും പറഞ്ഞോണ്ട് നിൽക്കുന്നേ? അമ്മ എങ്ങോട്ടെങ്കിലും യാത്ര പോകണോ? അത്യാവശ്യമായിട്ടൊന്ന് കണ്ണൂർ വരെ പോണം. ഇതെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന്? അത് കൊള്ളാം. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്തേക്കൊന്ന് പോണം തോന്നിയാ എന്താ ഇത്ര പ്രശ്നം നിനക്ക്? പ്രശ്നമൊന്നുമില്ല, പക്ഷെ പെട്ടെന്ന് എന്താ അമ്മയ്ക്ക് ഇങ്ങനെ തോന്നാൻ? എടാ, ഞാൻ 2 ദിവസത്തിനുള്ളിൽ തിരിച്ചു വരും. അതുവരെ ഇങ്ങക്ക് ആവശ്യമുള്ള എല്ലാ ഏർപ്പാടും ചെയ്തു വെച്ചിട്ടാ ഞാൻ പോകുന്നത്. അതുകൊണ്ട് ഇങ്ങക്ക് രണ്ടാക്കും ഒരു ടെൻഷനും വേണ്ട, മനസ്സിലായാ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. അമ്മ എന്തിനാ പോകുന്നല്ലേ ചോദിച്ചത്? അമ്മ എന്താ അതിനുള്ള ഉത്തരം പറയാതെ അതും ഇതും പറഞ്ഞോണ്ട് നിൽക്കുന്നേ? ഇതെന്താ രണ്ടാളും കൂടി എന്നെ ചോദ്യം ചെയ്യാനുള്ള പരിപാടിയാ? ചോദ്യം ചെയ്തതൊന്നും അല്ല അമ്മേ. പിന്നെ ഇതുവരെ ഒരു ദിവസം പോലും അമ്മ ഈ വീട്ടിൽ നിന്ന് അവധിയെടുത്ത് മാറി നിൽക്കുന്നത് ഞങ്ങളാരും കണ്ടിട്ടില്ല. ഇതിപ്പോ 1 അല്ല 2 ദിവസം. അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. അതുമല്ല, ഇപ്പൊ അമ്മയ്ക്ക് അവിടെ ആരും ഇല്ലല്ലോ. ആരുമില്ലെന്നാ? എന്ന് ഇന്നോടാരാ പറഞ്ഞേ? എനക്കാടെ എന്റെ മുത്തപ്പനും ഉണ്ട്, തറവാട്ട് അമ്പലവും ഉണ്ട്, മനസ്സിലായാ? ബാലുവിന്റെ അപർണേന്റെ കല്യാണക്കാരെ ശരിയായ ഞാൻ നേരിട്ട് ചെന്ന് കണ്ടോളാന്ന് മുത്തപ്പനെ ഞാൻ നേർച്ചയിട്ടിട്ടുണ്ട്. അത് കേട്ട് കണ്ണടച്ച് തുറക്കും മുമ്പേ മുത്തപ്പൻ എല്ലാം ശരിയാക്കി തന്നു. അതുകൊണ്ട് എനിക്ക് ആടെ എത്തി മുത്തപ്പനെ ഒന്ന് കാണണം കേട്ടാ. പിന്നെ പറഞ്ഞ നേർച്ച നടത്തണം. അമ്മ കാര്യമായിട്ട് എന്തോ നമ്മളിന്ന് മറക്കുന്നുണ്ട്. എന്ത് മറക്കാൻ? ഒന്നുമില്ല. അമ്മ എപ്പോഴാ പോകുന്നേ? ഇന്ന് രാത്രി 1 മണിക്കുള്ള വണ്ടിക്ക്. ഈ സ്കൂളിൽ നിന്നും പിന്നെ ഈ നാട്ടിൽ നിന്നും പോയത് ആലോചിക്കുമ്പോ സത്യത്തിൽ എന്റെ നല്ല കാലം മുഴുവനും വീട് ഉപേക്ഷിച്ച് പോയ എന്റെ വേദനയേനും എനിക്ക് ഇപ്പൊ ആ നഷ്ടബോധം എനിക്ക് കുറച്ചെങ്കിലും ഒന്ന് കുറഞ്ഞത്. ഇത്രയും കാലം മാഷിത് സൂക്ഷിച്ചു വെച്ചിനല്ലോ. ഈ മാർക്ക് ലിസ്റ്റും TCയും വാങ്ങാൻ ഈ വരുമെന്ന് എനക്കറിയേനു. ഈ കടലാസുകൾ എന്റെ സ്വത്താ സുധാമണി. അതുകൊണ്ട് ഈ എന്റെ വിദ്യാഭ്യാസം തിരികെ നേടണം. ഏടെ നിർത്തിയോ ആടന്ന് തുടങ്ങണം. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കണം. ഇതെന്നാ? അത് തുറക്കരുത്. അത് എനിക്കുള്ളതല്ല. പിന്നെ ഇത് എന്റെ മുന്നോട്ടുള്ള പഠനത്തിന് എന്നെ സഹായിക്കുന്ന വലിയൊരു മനുഷ്യനില്ലേ, അദ്ദേഹത്തെ ഏൽപ്പിക്കണം. ശരി മാഷെ. ഈനെല്ലാം എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എന്തിനാ ഈ നന്ദി പറയുന്നേ? ഒരു അധ്യാപകന്റെ കടമയല്ലേ.
എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നന്നായി പഠിക്കണം, ഒരുപാട് ഉയരങ്ങളിൽ എത്തണം. വിദ്യയേക്കാൾ വലിയൊരു ആയുധമില്ല സുധാമണി. എന്നാ ഞാൻ ഇറങ്ങട്ടെ മാഷെ. 30 കൊല്ലം കഴിഞ്ഞിട്ടാ ഇപ്പോ പിന്നെ ഒന്ന് കാണുന്നേ. ഇന്നൊരു ദിവസം ഇവിടെ തങ്ങിയിട്ട് നാളെ പോയാ പോരെ മോളെ? ഈ ഒരു ദിവസം തന്നെ മഹാഭാഗ്യം കൊണ്ട് കിട്ടിയ ഒന്നും ആലോചിക്കാണ്ട് അങ്ങനെ അങ്ങ് ഇറങ്ങി പോന്നതാ. വീട്ടില് പിള്ളേരെ കാര്യം നോക്കാനും എന്റെ ജോലിന്റെ കാര്യം നോക്കാനും വേറെ ആരും ഇല്ല മാഷെ. എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും 2 ദിവസം മാഷിന്റെ ഒന്നിച്ച് നിന്നേനെ. ഈ ആവലാതികളെല്ലാം ഒന്ന് തീരുമ്പോ ഒരു ദിവസം ഞാൻ എന്തായാലും വരും. മാഷിന്റെ കൂടെ 1-2 ദിവസം ചെലവഴിച്ചിട്ടേ ഞാൻ പോവും. ഇത് സുധാമണീന്റെ വാക്കാ. അധികം വൈകാതെ വേണം, അല്ലെങ്കിൽ ഇന്റെ ഈ മാഷേ മോളിലുള്ള ഹെഡ് മാഷ് അടുത്തേക്ക് പോയിട്ടുണ്ടാവും. മാഷേ, അങ്ങനെയൊന്നും സംഭവിക്കൂല മാഷേ. നമ്മൾ ഉറപ്പായിട്ടും ഇനിയും കാണും. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ.